ആരുമില്ലാതെ പോയതുകൊണ്ടാ ബുക്കുകളോട് എനിക്കിത്ര അഫിനിറ്റി വന്നതെന്നാ മുത്തച്ഛൻ പറയാറ്. ആരുമില്ലേ? ആരാ ഉള്ളത്? മുത്തച്ഛനുണ്ട്, ഇവിടെ അമ്മാവനും ഉണ്ട്. പക്ഷേ മുത്തച്ഛനും അമ്മാവനും എങ്ങനെ ഫ്രണ്ട്സ് ആവുന്നേ? ഞാനുണ്ടെന്ന് വിചാരിച്ചോണം, എപ്പോഴും കൂടെയുണ്ടെന്ന് വിചാരിച്ചോണം. അതുണ്ട്, എപ്പോഴും ഉണ്ട്. കാണണോ? ഞാനല്ലേ ഇത്? ആ അയ്യേ, ഇതിലും മങ്ങിണി കാണാം. കണ്ടോട്ടെ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? മോഷ്ടിച്ചു അമ്മാവന്റെ ആൽബത്തിന്ന്. എന്നിട്ട് അപ്പൂപ്പൻ അറിഞ്ഞില്ലേ? ആ അറിഞ്ഞാണു സാറേ. 4 കൊല്ലം പഴക്കമുള്ള മോഷണ കേസാ. ഇനി എവിടെയാ തെളിയാൻ പോണേ? 4 കൊല്ലോ? യെസ്. അപ്പൊ ഈ 4 കൊല്ലവും കൂടെ തന്നെ ഉണ്ടോ? എപ്പോഴും. ഭാസ്കരേട്ടന്റെ ഒരുപാട് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ കണ്ണിൽ ഇന്നസെൻസ് ഇല്ലേ, ഇപ്പോഴും ആ ഇന്നസെൻസ് അവിടുന്ന് മാഞ്ഞിട്ടില്ല. അങ്ങനാണല്ലേ? ഇവനെ വെക്ക്. ഓ, ഭയങ്കര ഭാരം. ഒന്ന് നൊട്ടി നുണഞ്ഞ് അനച്ചേച്ച് നാവ് പുറത്തേക്ക് തന്നെ നീട്ടിപ്പിടിച്ചു നിന്ന് അത് അങ്ങനെ തന്നെ വെച്ച് അലിയിച്ചത്. പെട്ടെന്ന് അപ്പൂപ്പന്റെ ഒരു പഴയ കുസൃതി ഓർമ്മ വന്നു. കുഞ്ഞുനാളിലൊരിക്കല് ഓർമ്മയുണ്ടോ? ഇതുപോലൊരു ഉപ്പുപരലെടുത്തെന്റെ നാവില് വെച്ച് തന്നിട്ട് പറഞ്ഞു അതങ്ങനെ തന്നെ വെച്ച് അലിയിക്കാൻ. മുഴുവൻ അലിഞ്ഞു തീരുമ്പോ ആകാശത്ത് ശ്രീകൃഷ്ണനെ കാണാന്ന് പറഞ്ഞ അന്നാ പണി പറ്റിച്ചത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. മണ്ടൻ ഞാൻ. ഇന്നിപ്പൊ ആരെ കാണിച്ചരാന്ന് പറഞ്ഞാ ഒക്കും. ഇന്നോ? ഒന്നും പറയണ്ട, അപ്പൂപ്പൻ പറഞ്ഞാ മതി. ദാ വേണ്ട. എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു മൂപ്പരെന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ, വെറുതെ ഇടുകല്ലോ. എന്നാൽ അത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഇത്രയും കാലം പിടികിട്ടിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10-14 ദിവസം നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ എനിക്കറിയാം എന്നെ ഇട്ടിരുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നെന്ന്. അതേടാ, എന്ത് പറ്റി ഈ നേരത്ത് വീട്ടിൽ കാണുന്നു? ഇന്നിത്തിരി നേരത്തെ പോന്നു. അപ്പൊ രോഗികളുടെ കാര്യം ആര് നോക്കും? അസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഭർത്താവിന്റെ തോളെ വെച്ചു കൊടുത്തിട്ട് പോന്നു സമ്മതിക്കില്ല. എവിടെ മൂപ്പിന്ന്? അകത്തുണ്ട്, ചെസ് കളിക്കുക. ഓ, വിളിക്കാം. വിളിക്കണ്ട വിളിക്കണ്ട, കാലി മുറിക്കണ്ട. പോയി. പിന്നെ അവനെ താൻ എന്നാ ഇവിടെ മുമ്പ് ജയിച്ചിട്ടുള്ളത്? അതൊക്കെ ഉണ്ട്. ഏത് കാലത്താ? ഇവിടെ കുഞ്ഞുനാളിലെങ്ങാനും ആയിരിക്കും. എന്താ മതിയാക്കിയോ? കളി കഴിഞ്ഞു. എന്താടി, വല്ല കല്യാണാലോചനയായിട്ടാണോ കാർന്നൂർ വന്നിരിക്കുന്നേ? ആണെങ്കില് അവര് തമ്മിൽ ആലോചിച്ചോളും. ഒരു ത്യാഗി, അതിൽ കുഞ്ഞിന് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് പോണോന്നുമില്ല, എനിക്ക് അവരെ വിടണമെന്നുമില്ല. എങ്കിലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും. അത് പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അതെ അതെ, അല്ലാന്നല്ല. എന്നാലും പോണേന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു വെച്ചാ കൊള്ളാവുന്നുണ്ട്. തന്നോടെങ്ങനെ വിവരം പറയാതിരിക്കുന്നേ? ആ എഴുത്തുകാരൻ മാധവൻ പിള്ളെ വിളിച്ച് ഒരു പത്രം എഴുതിക്കണം. എന്റെ എല്ലാം, എനിക്കുള്ളതെല്ലാം എന്റെ പാച്ചുവിന്റെ പേർക്ക്. അല്ല, ഇപ്പൊ എഴുതിയില്ലേലും എനിക്കുള്ളതെല്ലാം എന്റെ കാലം കഴിഞ്ഞ അവനുള്ളത് തന്നെയാ, അല്ലാതെ വേറെ ആർക്കാ? എന്നാലും അതല്ല, അങ്ങ് എഴുതിപ്പിക്കണം.
എന്താ അതല്ലേ അതിന്റെ ശരി? അതെ. ഭാസിയുടെ കോള് ഹോളിഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. അവൻ ഈ നാട്ടിൽ കിടക്കട്ടു. ആർക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ ഞാനും താനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് അവനും പ്രായമായി കഴിയുമ്പോ ചിലപ്പോ എന്റെ ആ പഴയ വീട്ടിലായിരിക്കില്ല അവൻ വന്ന് താമസിക്കുന്നതെന്ന്. ഒന്നും പറയാൻ പറ്റില്ല എന്റെ കാരണവരെ. ചിലപ്പോ അന്ന് അവനായിരിക്കില്ല എന്റെ ഈ പഴയ ഹോസ്പിറ്റലിലെ ചീഫ് വിസിറ്റെന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നിധി എങ്കി നിധി. 2 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടിയാൽ എനിക്കെന്തോ തരും? പറ. എന്താ സംഭവം എന്ന് ആദ്യം അണ്ണം പറ. അത് പിന്നെ കിട്ടിയാൽ എനിക്കെന്തോ തരും? കവലയാണെന്ന് എന്നെ ചങ്കിയാൻ പറിച്ചു തരും. ആ, അതൊന്നും വേണ്ട. 100 രൂപ തന്നാ മതി. 100 രൂപയോ? അയ്യ വേണ്ട, പറയണ്ട, പറയാതെ തന്നെ അറിഞ്ഞോളാം. അയ്യോ കുഞ്ഞെ, അദ്ദേഹത്തെ അടുത്ത് പോയി ചോദിക്കല്ലേ. രഹസ്യമായിട്ട് എന്നെ വിശ്വസിച്ച് പറഞ്ഞ സംഗതി. ശ്ശോ. അതങ്ങനെയാടാ, അതങ്ങനെ വരൂ. ഒരു സാക്ഷി ഇട്ടെ. ഇനി ആരാ? രഞ്ജിത്ത് മേനോൻ. കഴിഞ്ഞു, പ്രമാണമായി. ചെലവ് ചെയ്യണം. ഇവനെവിടുന്ന പ്രശ്നമില്ല. കുഞ്ഞെ ചെലവൊക്കെ പിന്നെ ആദ്യം എനിക്ക് തരാനുള്ള 100 രൂപ തന്നിട്ട് ഇനി വാ, എടുത്തു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ, മോന് ലോട്ടറി അടിച്ച കാര്യം? പിന്നെ ഭാനുവിന് ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ വീട് ആർക്കും ഇല്ലാതായി. ചെതലും കയറി തുരുമ്പും പിടിച്ച് കഷ്ടം. അങ്ങനെ എന്നങ്ങ് പറഞ്ഞു കളയാ സാറേ. ഞാനിവിടെ വരും. വയസ്സുകാലത്തെങ്കിലും കുറെ നാൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിട്ട് ആദര സേവനം അനുഷ്ഠിക്കും. എന്നിട്ട് സന്ധ്യ നേരത്ത് അപ്പൂപ്പിനെ പോലെ അവിടെ ആ മുറ്റത്തിരുന്ന് ചീട്ട് കളിക്കും. അപ്പ ഈ അമ്മൂമ്മ ജീരകൊള്ളം കൊണ്ട തരും. ചില പഴയ കഥയിലൊക്കെ ഉണ്ടല്ലോ, എവിടുന്നോ ചില എംബോക്കികൾ തെണ്ടിത്തിരിഞ്ഞു വന്നിട്ട് അവസാനം രാജ്യവും കിട്ടി രാജകുമാരിയും കിട്ടി എന്ന മട്ടിൽ അവസാനിക്കുന്നത്. അതുപോലെയായി ഇവന്റെ കാര്യം. ആയുധം എടുക്കാണോ? ആ
ഓ ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശ് ചെലവ്. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണേലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരും മംഗലുകാര്? ആ അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ. ആണോ? ആ ആരേലും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോടെ നിക്ക്. വാ പോകലാ. ബോട്ട് ഇറക്കുന്നതൊക്കെ ഞാൻ ഇറക്കിച്ചോളാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലേല്. പക്ഷെ സംഗതി നിങ്ങൾക്ക് ഉടനെ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. ഒരാള് മിസ്സിങ്ങാ. എനിക്ക് കേസ് ചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഒക്കില്ല. സാർ ഞങ്ങൾ ഒന്നിച്ച്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കേസ് മാൻ മിസ്സിങ്ങാ എന്ന് പറഞ്ഞ ബോഡി കിട്ടി പോസ്റ്റ്മോർട്ടം നടത്തി നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നത്. ഒന്നാമത് നിങ്ങൾ ഈ നാട്ടുകാരല്ല. സാർ ഇപ്പൊ ഞങ്ങളെ ഈ നേരത്ത് ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ വന്ന് ജാമ്യം എടുത്തോണ്ട് പോവാൻ? ഉണ്ടോ? ഉണ്ട്. ആരാ? മേലെ വീട്ടിലെ തമ്പി സാർ. റെയിൽവേ ഡിവിഷനിൽ അക്കൗണ്ടന്റ് ആയിരുന്ന റിട്ടയർ ചെയ്ത തമ്പി സാറിന്റെ ഈ തെരയപ്പോയ പയ്യൻ തമ്പി സാറിന് വേണ്ടപ്പെട്ടതാണോ? അതെ. ആരായിട്ട് വരും? ക്ലോസ് റിലേറ്റീവ് ആണ്. വിവരം അറിയിച്ചാൽ അദ്ദേഹം വന്ന് ജാമ്യത്തിൽ എടുത്തോളുവോ? വേണ്ട, വിളിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ആണ്. ഞങ്ങൾ ആരെങ്കിലും ചെന്ന് സ്ലോ ആയിട്ട് കാര്യം പറഞ്ഞ് പരമശിവം സാർ. നീ ഒന്ന് ചെയ്യ്. ജീപ്പ് എടുത്ത് ഇതിൽ ഒരാളെയും കൂട്ടിയിട്ട് പോയി അവരെയും കൂട്ടിയിട്ട് ഇരിക്കവാ. സാർ. ഒരാൾ പോയാൽ മതി. ഒരാളോടെ നിൽക്ക്.